ആണല്ലേ? അതിൽ തുറക്കുവോ? കൂയി അതിൽ തുറക്കുക. അയ്യ 7:30 ആരും എഴുന്നേറ്റില്ല കേട്ടോ അവിടെ. വരി കൂട്ടുകാരേ വരി. എല്ലാവർക്കും അമ്മ ചീത്തരാ. എന്നാ ചെയ്ത് അങ്ങനെയല്ല, ഞാൻ മുൻവശം അമ്മ റെഡിയാക്കി തരാം. കിട്ടിയോ? ചെരുപ്പ് കിട്ടിയോ? എങ്ങോട്ടാ പോണേ? അങ്ങനെയല്ല. കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെന്താ വീഡിയോ? ഇന്ന് അമ്മ അല്ല, ഇന്ന് ഓണം ഒന്നല്ല, ഓണം 3-ാം തീയതി. ഓണം വരുന്നുള്ളൂ, അത്തം തുടങ്ങാനാകുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ പൂത്തറ കെട്ടലും പിന്നെന്താ കുറച്ച് ക്ലീനിങ്. പിന്നെ അമ്മ ഇന്നലെ രാത്രി അമ്മമ്മ വീട്ടിൽ പോയി. ഞാൻ ഇന്നലെ അമ്മച്ചൻ ആശുപത്രി ആയതുകൊണ്ട് ഞാൻ അച്ഛന് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. BP ലേശം കൂടിയിട്ട് പ്രശ്നമായി, ഹോസ്പിറ്റലിലായിരുന്നു. പിന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പം ഞാൻ ഇന്നലെ വൈകുന്നേരം അങ്ങോട്ട് പോയി. അച്ഛനും മക്കളും ഇവിടെ ആയിരുന്നു. ഞാൻ രാവിലെ എത്തി. ഞാൻ വന്നേരം എവിടെയൊക്കെ എഴുന്നേറ്റു അല്ലേടാ? ഞാൻ വന്ന് തട്ടി വിളിച്ചേരെ അവർ വാതിൽ തുറന്ന് എഴുന്നേറ്റത് കേട്ടോ. പിന്നെ ഞാൻ പോരുമ്പോൾ എന്ത് ചെയ്തെന്നറിയോ? കടി വാങ്ങിപ്പോന്നു, ഇഡ്ഡലി വാങ്ങിപ്പോന്നു. എന്നിട്ട് ചായയൊക്കെ കുടിച്ചു കിട്ടോ എല്ലാവരും. ഇനി പിന്നെ മനസ്സിലെ ഇഷ്ടം കൊണ്ട് പൂവിടണമെന്ന് വിചാരിക്കുന്നുണ്ട്. ചാണം മെഴുകണം. മോള് പുന്നത്താനത്ത് പോയിട്ട് എടുത്തോണ്ട് പോണം. അപ്പം കുഞ്ഞൊരു തയ്യാറെടുപ്പ്. വീട്ടിലൊക്കെ ആകുമ്പോൾ നമ്മളെല്ലാം വൃത്തിയാക്കി അടിച്ച് കഴുകി തുടച്ച് അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അതുപോലെ ചെറിയൊരു വിശേഷം, ചെറിയൊരു സന്തോഷം. അതിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇവിടെ ആദ്യകൂട്ടനും പിന്നെ കൂടെ അക്കുകളി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. രാവിലെ തന്നെ അക്കുകളി തുടങ്ങി. കണ്ടോ സാരി എന്താ മാറ്റിയിടാത്തേന്ന് വിചാരിക്കണ്ട കേട്ടോ. ഇത് ഒരുപാട് പഴക്കമുള്ള സാരിയാണ്. ഞാൻ സ്കൂളിൽ, അതായത് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് സെൻഡ് ഓഫ് ഉണ്ടാവുമല്ലോ. അപ്പോൾ സെൻഡ് ഓഫിന് എല്ലാവരും സാരി എടുക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്ത് അങ്ങനെ സെൻഡ് ഓഫിന് വേണ്ടിയിട്ട് വാങ്ങിയ സാരി കേട്ടോ. അപ്പോൾ അത് വീട്ടിൽ ചെന്നപ്പോൾ കണ്ടപ്പോൾ ഒരാഗ്രഹത്തിന് എടുത്തെടുത്തതാണ്. പിന്നെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പം കുഴപ്പമില്ലാന്ന് അറിയില്ല, ഓട്ടയായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നാലും എനിക്കിഷ്ടം കൊണ്ട് ഞാൻ ഇന്ന് രാവിലെ അത് എടുത്തിട്ടാണ് കേട്ടോ കൊണ്ട് പോകുന്നത്. അപ്പോൾ എന്താ പറയുക, അപ്പോഴേ ഇനിയിപ്പോൾ തുടങ്ങട്ടെ. ഇവിടെ വീഡിയോ പിടിച്ച് തരുന്ന ആൾക്കാരൊന്നുമില്ല കേട്ടോ. ഒരാൾ ഇതാ എഴുന്നേറ്റിട്ട് സൗണ്ട് കുറച്ച് കഴിഞ്ഞാൽ ഒരാൾ എഴുന്നേറ്റിട്ട് TV കാണുന്നുണ്ട്. ആൾക്ക് ഒരു മൂഡ് റെഡിയായി വരുന്നുള്ളൂ കേട്ടോ. പിന്നെ ആദ്യകൂട്ടൻ അവിടെ കളി തുടങ്ങി. കുടുവാണെങ്കിൽ അങ്ങാടി പോയി മീൻ വാങ്ങാൻ പോയി. അപ്പോൾ ഞാൻ എന്നാലും ആദ്യം ഈ എന്താ പറയുക, മാറാലയൊക്കെ ഒന്ന് തട്ടി അടിച്ചു വാരി വാങ്ങിയേ. കുടു എന്തൊക്കെയാ വാങ്ങിയേ? മുട്ടായി മാത്രമേ ഉള്ളൂ? അയ്യോ, നിങ്ങൾ കുക്ക് ചെയ്യും, നിങ്ങൾ ഉണ്ടാക്കും? എനിക്ക് കുറേ പണിയാണ്. അത് മതിയോ? ചോറ് മീൻകറി മാത്രം മതിയോ? പോവാ? അത് ഞങ്ങൾ തന്നെ ചെയ്യണം അല്ലേ?
എന്നും നിങ്ങളല്ലേ ചെയ്യുന്നത്, നിങ്ങളൊരു കടമയാണ്. ആണല്ലേ? ചെയ്താൽ അതിന് വൃത്തിയാകും. അയ്യോ, ഞാൻ ശരിയാക്കി തരാം കേട്ടോ. തിന്നരാകുമ്പോ കൊണ്ട് പോകാം. എൻ്റെ കടമ കഴിഞ്ഞിട്ട് തിന്നാൻ ശരിയാക്കി തരാം. കൂടൂ കൂടൂ, മീൻ നന്നാക്കാൻ വാ, മീൻ കറി വെക്കാൻ വാ. വാ, ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഞാൻ വന്നായിരുന്നു. ഇത്രയും നേരം ഞാൻ സാരി എടുത്ത് നിന്നിട്ട് അതന്നെ കണ്ടോ, ഇത്രയും നേരം സാരി എടുത്ത് നിന്നപ്പോ ഫോട്ടോ എടുക്കണ്ട. സാരി മാറ്റി കഴിഞ്ഞു, മാറ്റി കഴിഞ്ഞപ്പോ പറഞ്ഞേട്ടോ. പക്ഷെ ഞാൻ ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. ബാക്കിയുള്ള ഒരു രാവിലെ സാരി എടുത്ത് വന്നിട്ടേ ആർക്കും ശരി, ഞാൻ പറയാൻ പറയണ്ടേ ഫോട്ടോ എടുക്കാന്ന്. അപ്പത്തെ ഞാൻ മാറ്റിയില്ലേ. ശരി, അത് കൂടെ ഒന്ന് പിടിക്കാൻ നമുക്ക് അലക്കാൻ കൊണ്ടുപോകുന്നത്, കഴുകാനോ അല്ല, പിടിയാൻ കൊണ്ട്. മഴ പെയ്യുണ്ടോടാ? വീഡിയോ പിടിച്ചു തരാൻ ആരും ഇല്ല കേട്ടോ, എല്ലാവരും കളിക്കാരാണ്, എല്ലാവരും കളിക്കാൻ പോയി. അപ്പോൾ അകമൊക്കെ ഞാൻ തട്ടി അടിച്ചു വാരി അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഞാൻ വിചാരിച്ചു മീനൊന്ന് നന്നാക്കിയിട്ട്, മാന്തലാണ്, പച്ചമാന്തലാണ്, അപ്പോൾ അത് കറി വെക്കാം. പക്ഷെ ഇത് ഇവിടെ മീൻ ഇങ്ങോട്ട് തൊലി മാറ്റിയാൽ മതിയല്ലോ. എന്നിട്ട് കറി വെച്ച് കഴിഞ്ഞിട്ട് വേണം തുടയ്ക്കാനും ബാക്കി പണികളൊക്കെ കേട്ടോ. ഇവിടെയൊക്കെ മൊത്തം അടിക്കലും നന്നാക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത്തിരി സ്പേസ് അല്ലേ ഉള്ളൂ, അത് വേഗം കഴിയുമല്ലോ. മറാലയൊക്കെ ഒന്ന് തട്ടി ഒക്കെ ഒന്ന് അടിച്ചു വരിട്ടുണ്ട്. ഇനി അടുക്കളയിലെത്തി, അടുക്കളയിലാണ് ഇനി അടിച്ചു വരാനുള്ളതും ബാക്കി പണികളും കേട്ടോ. എന്നാൽ പിന്നെ മീൻ നന്നാക്കിയേക്കാം. അച്ഛൻ്റെ അടുത്ത് പോനോ? എന്തിനാ പോന്നെ? എന്തിനാ അച്ഛൻ്റെ അടുത്ത് പോന്നെ? അങ്ങാടിയിലോ? എന്തിനാ അങ്ങാടി പോന്നെ? മീമി വാങ്ങാനോ? എങ്കോ മീമി വാങ്ങിയതല്ലേ രാവിലെ. മുട്ട വാങ്ങാനോ? ആർക്കാ മുട്ട വേണ്ടത്? കുടുനോ? ഇവിടെ മുട്ടക്കളാ ആണോ? കുടുന് ഞാൻ കഞ്ഞി കൊടുക്കായിരുന്നേ. കഞ്ഞി കൊടുക്കുമ്പോൾ കുടു പറഞ്ഞു കഞ്ഞിക്ക് കൂട്ടാൻ പഴം മതിയെന്ന്. എന്നിട്ട് ഇതാ കുടുന് എങ്ങനെയാണ് കഞ്ഞി കൊടുക്കുന്നതൊക്കെ, പഴം വാട്ടിയതും കഞ്ഞിയും ഇതാ കുടു കുടിക്കുന്നത് കണ്ടോ കേട്ടോ, കണ്ടോ? അതല്ല 8 നില പൊട്ടി പഴഞ്ചി വഞ്ഞെട്ടി പാവതിക്ക് കുട്ടി പൊട്ടി പഴഞ്ചി വഞ്ഞെട്ടി പാവതിക്ക് കുട്ടി. ഈ പണിയൊക്കെ എടുത്തോണ്ടിരിക്കുമ്പോഴാട്ടോ മക്കളെ കണ്ടത്. അപ്പോൾ കുറച്ച് നേരം സാറ്റ് കളിച്ചു കേട്ടോ. ആദ്യം മാറിക്ക്. അങ്ങനെ സാറ്റൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ഉണ്ണിയേട്ട തേങ്ങ ഇടാൻ വന്നത്. അപ്പോൾ അപ്പുറത്ത് തേങ്ങ ഇട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ണിച്ചേട്ടൻ നമ്മളെ തെങ്ങിൽ തേങ്ങ കൂടി ഇടാൻ വന്നു കേട്ടോ. അപ്പം അതോടുകൂടി സാറ്റ് കളി അവിടെ നിർത്തി ഞങ്ങൾ തൽക്കാലം. പിന്നെ വേഗം തേങ്ങ പെറുക്കി കൂട്ടലും പണിയായി കേട്ടോ. അന്ന് ദേവമ്മേ അമ്മന് കൊടുവാണോ തേങ്ങ വലിച്ചു കൂട്ടുന്നേ? ആദി വാടാ, എല്ലാരും വാ, നമുക്ക് തേങ്ങ പെറുക്കാം. ഈ ഇലയും കൊണ്ട് കഴുകിയിട്ട് നമ്മൾ ഈ ഇലയും കൊണ്ട് നല്ല ഇല, പാറവത്തിൻ്റെ ഇലയാണ്, പാറവത്തിൻ്റെ ഇല ഒന്ന് പാറവത്തിൻ്റെ ഇല കൊണ്ട് വെച്ചാൽ നല്ല വൃത്തിയാണ്. കൂടുതൽ സ്വാഭാവികം പറയല്. ഒരു ടേബിളും 10 ആളും, ഒരു ചെറിയ ടേബിൾ. ബാക്കി കസാരയൊക്കെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചേന്നല്ലോ. ഇനി മതി കൂട്ടി സോപ്പാക്കിയത്. ഇനി കാലൊക്കെ, ഇനി എൻ്റെ കാലൊക്കെ ഒളിക്കണം കേട്ടോ. ഞാൻ അമ്മ ബാക്കിയുള്ള കസാര കൂടി ഇവിടെ എടുക്കട്ടെ കേട്ടോ. കസേര ബാക്കിയുള്ള എടുക്കട്ടെ, അതിൻ്റെ കാലൊക്കെ ഒളിക്കണേ.
MP5 മാക്സ് വെച്ച്. ഇന്നിപ്പോൾ ആള് കൂടുതലായതുകൊണ്ട് ഞാൻ ഒഴിവായിട്ടോ. ആരൊക്കെയോ വന്നിട്ടുണ്ട്. 4 കസേര ഒരു കുഞ്ഞു ടേബിൾ കഴുകാനാണ് ഇത്ര ആള്. സച്ചു സഞ്ജയ് എന്തിയടാ ഉണ്ടോ? അമ്മ അച്ഛേ ആണോ? അതിൻ്റെ കാലൊക്കെ കഴുകട്ടോ. കുടുവിൻ്റെ തലയിൽ വെള്ളമാക്കണ്ട കേട്ടോ കുടു കേട്ടോ. എന്നാ അമ്മ അടുക്ക ഇതെല്ലാം ഇവിടെ കഴുകി പെറുക്കി വെച്ചിട്ട് പോയിട്ടുണ്ട് കേട്ടോ തൊട്ടിച്ചാടാൻ. ആദ്യക്കുട്ടനെ കേട്ടോ മിടുക്കന്ന്. അത് മീൻ ഞാൻ എന്ത് ചെയ്തെന്ന് അറിയോ? കുറച്ച് വറുത്തു കേട്ടോ. വറുത്തെന്ന് പറഞ്ഞാൽ വറുക്കാൻ ഞാൻ എടുത്തപ്പോണ്ടല്ലോ അത് കണ്ടില്ലേ മുളക് പൊടി. ഞാൻ നോക്കുമ്പോൾ മുളക് പൊടി തീർന്നായിരുന്നു. 2 ദിവസമായി ഞാൻ കാണുന്നുണ്ട്, വാങ്ങാൻ ഞാൻ മറന്നു പോകുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ വാങ്ങണം, ഓണമല്ലേ വരുന്നേ. അപ്പോൾ ഇത് ഞാൻ എന്ത് ചെയ്തു, ലേശം കുരുമുളക് പൊടിയും ബാക്കിയുള്ള മുളക് പൊടിയും മല്ലിപ്പൊടി കൂട്ടിയാണ് കേട്ടോ വറുത്തത് മാന്തൽ. പിന്നെ ഇതാ കറി, തേങ്ങ അരച്ച് കറി വെച്ചിട്ടുണ്ട് കേട്ടോ. മാന്തൽ പച്ച മാന്തൽ കറി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്ത് വറവിടണം. അയൽക്കൂടത്തിന് പോയിട്ട് വരാം കേട്ടോ. കുടു ഉറങ്ങാണ്. ഇവിടെ മോറ്റ് ആദ്യം കുടുവിനെ ആക്കണം കേട്ടോ. നീയേ ചിരിക്കുന്നേ കുടുവിനെ ഉണരുന്നതിന് ഞാൻ പോയിട്ട് വരാം. അപ്പോൾ അങ്ങനെ അയൽക്കൂട്ടത്തിനൊക്കെ പോയി വന്നതിന് ശേഷം പിന്നെ മുറ്റടിച്ച് വാരലും ബാക്കി പണികളൊക്കെ ചെയ്തത് കേട്ടോ. ഒരുവിധം ഒക്കെ വൃത്തിയാക്കി. ഇനി അടുക്കളയിൽ കുറേ കുപ്പികളുണ്ട്. നമ്മളെ വീഡിയോയിൽ പറഞ്ഞ ഒരു കൂട്ടുകാരി പറഞ്ഞിട്ടുണ്ടായിരുന്നു കുപ്പികളൊക്കെ വേണ്ടാത്തൊക്കെ ഒന്ന് ഒഴിവാക്കണം എന്നൊക്കെ കേട്ടോ. പുതിയ കുപ്പിയൊക്കെ വാങ്ങി വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പുതിയതൊന്നും വാങ്ങലിപ്പോൾ നടക്കില്ല. പകരം ഉള്ളതൊക്കെ വൃത്തിയാക്കി വെക്കണം. കുപ്പികൾ ഒരു വട്ടം കഴുകലും പെറുക്കലൊക്കെ കഴിഞ്ഞാൽ കേട്ടോ. വീണ്ടും അവിടെ ഈ ആസ്പെറ്റോസ് ആയതുകൊണ്ട് ഭയങ്കര പൊടിയായിരിക്കും. കുപ്പികളിലൊക്കെ പൊടിയായിട്ട് ഇനിയിപ്പോൾ അതെല്ലാം കൂടി ഒന്ന് കഴുകാനും തുടയ്ക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു കേട്ടോ. എല്ലാ കൂട്ടുകാരോടും താങ്ക് യു. അമ്മ എല്ലാം കഴിഞ്ഞ് പഠിപ്പിക്കാനിരിക്കുന്ന സമയമാണ് കേട്ടോ ഇത്.